അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ FIR ഇടണം, പരാതി കൊടുക്കണം, അതല്ലാതെ കേസ് എടുക്കാൻ പറ്റില്ല എന്നുള്ള വാദമാണ് ഇപ്പോഴും CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലല്ല, താങ്കൾക്ക് ഇനി മറുപടി പറഞ്ഞ ശേഷം FIR എന്ന് താങ്കൾ പറഞ്ഞല്ലോ. എന്താണ് സീറോ FIR? എന്റെ വീടിനടുത്ത് ഒരു പീഡനം നടക്കുന്നു എന്ന് അറിഞ്ഞാൽ എനിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയാം. ഞാൻ പോയി തെളിവുകൾ നൽകേണ്ടതില്ല. ആ വീട്ടിലേക്ക് പോലീസ് എത്തുമോ ഇല്ലയോ? സീറോ FIR എന്താണെന്ന് പറഞ്ഞിട്ട് പോലീസിന് കിട്ടുന്ന ഇൻഫോർമേഷനാണ് FIR ആയി മാറുന്നത്. പോലീസിന് കിട്ടുന്ന ഇൻഫോർമേഷനാണ് FIR ആയി മാറുന്നത്, പരാതിയല്ല. പരാതി എന്ന് പറയുന്നൊരു സംഗതി ഈ ഒരു FIR ഇടുന്ന പ്രോസസ്സിനകത്ത് ഇല്ല. കംപ്ലൈന്റ് എന്ന് പറയുന്ന ഒരു സംഗതി CRPCക്കകത്തോ അതിനുശേഷം ഇപ്പോൾ വന്നിട്ടുള്ള CRPCയുടെ പുതിയ വേർഷനകത്തോ കംപ്ലൈന്റിൽ നിന്നല്ല FIR തുടങ്ങുന്നത്, ഇൻഫോർമേഷനിൽ നിന്നാണ്. ഇൻഫോർമേഷൻ പല രൂപത്തിലുണ്ട്. അതൊരുപക്ഷെ ഒരു ഊമക്കത്താവാം, അതൊരുപക്ഷെ ഒരു SMS ആവാം, ഒരു നിലവിളി ശബ്ദത്തിൽ നിന്ന് ഫോണിലൂടെ എടുക്കുന്ന ഒരു കോൾ ആവാം, 100-ൽ കിട്ടുന്ന ഒരു മെസ്സേജ് ആവാം, അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നടന്നു പോകുന്ന വഴിക്ക് സംശയാസ്പദമായ സാഹചര്യത്തിൽ 2 പേരെ കാണുമ്പോൾ അവിടുന്ന് കിട്ടുന്ന പോലീസ് ഉദ്യോഗസ്ഥന് കിട്ടുന്ന ഒരു വിവരമാകാം, അദ്ദേഹത്തിന് കാണുമ്പോൾ തോന്നുന്നൊരു സംഗതിയാവാം. ഒരു കടല പൊതിഞ്ഞു കൊടുത്ത കടലാസിൽ എന്നെ രക്ഷപ്പെടുത്തണം, ഞാനിവിടെ പെട്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു കൈപ്പടയാവാം. ഇതെല്ലാം ഇൻഫർമേഷനാണ്. അതിനേക്കാൾ എത്രയോ സാങ്ക്ടിറ്റി നിയമത്തിൽ കൂടുതലുള്ള ഒരു സംഗതിയാണ് ടൈപ്പ് ചെയ്തൊരു പേപ്പറിനകത്ത് വരുന്ന ഒരു പരാതി. അതിനേക്കാൾ എത്രയോ സാങ്ക്ടിറ്റി കൂടുതലാണ് ഒരു സർക്കാർ നിയോഗിച്ചൊരു കമ്മിറ്റി ആധികാരികമായി കൊടുക്കുന്നത്. അതും ജസ്റ്റിസ് ഹേമയെ പോലെ റിട്ടയർഡ് ജസ്റ്റിസ് ആയിട്ടുള്ള ഒരു വ്യക്തി അടങ്ങിയ ഒരു കമ്മിറ്റി കൊടുക്കുന്ന റിപ്പോർട്ട്. അപ്പൊ ഇതൊന്നും കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും പോയി പറഞ്ഞാൽ അവിടുത്തെ പോലീസുകാർ, കേരളത്തിലെ പോലീസുകാർ ഉൾപ്പെടെ, ഇപ്പം മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ പോലീസ് സുഹൃത്തുക്കൾ, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ആളുകളോട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചാൽ മതി, കേരളത്തിൽ തന്നെ എത്ര FIRകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. ഇനിയിപ്പോ തെളിവിന് വേണ്ടിയിട്ടാണ്. ലളിതകുമാരി കേസിന് ശേഷം ഇങ്ങനെയൊരു സാഹചര്യമില്ല. ഞാൻ ലളിതകുമാരി കേസിലെ വിധിന്യായം ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളും അതിന്റെ ഏറ്റവും അവസാനത്തെ 2 പാരഗ്രാഫെങ്കിലും വായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ശരിയോ തെറ്റോ ആയ വിവരങ്ങൾ പോലീസിന് കിട്ടാം. അത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് FIR ഇടണം എന്നാണ് ഇന്ത്യയുടെ പരമോന്നത കോടതി ഇന്ത്യയിലെ നിയമമായി ഡിക്ലെയർ ചെയ്തുകൊണ്ട് ആർട്ടിക്കിൾ 141 പറയുകയും കേന്ദ്ര ഹോം ഡിപ്പാർട്ട്മെന്റിനോട് അതിന്റെ കോപ്പി എല്ലാ സർക്കാരുകൾക്കും, എല്ലാ DGPമാർക്കും, എല്ലാ ഹോം ഡിപ്പാർട്ട്മെന്റിനും അയച്ചു കൊടുക്കാനും അതിന്റെ അടിസ്ഥാനത്തിൽ 2014 കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഓഫീസ് മെമ്മോറാണ്ടം അനുസരിച്ച് ഇന്ത്യയിലെ എല്ലാ പോലീസുകാർക്കും കൊടുക്കും. അപ്പോൾ ഒരു ഇൻഫർമേഷൻ അബൌട്ട് എ കോഗ്നിസബിൾ ഒഫൻസ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ അതിനകത്ത് എവിടെ, ആര്, എപ്പോൾ, എങ്ങനെ, ആരോട്, എന്തുകൊണ്ട്, ഇതൊന്നും പ്രസക്തമല്ല. ഒരു ബോഡി പാർട്ട് കിട്ടുന്നു ഒരു സ്ഥലത്ത് വെച്ച്, എന്ത് തരത്തിലുള്ള ഇൻഫർമേഷനാണ് അതിനെപ്പറ്റി ഉണ്ടാവുക? ആര് ചെയ്തു, ആരെ ചെയ്തു, ആർക്കറിയാം? അത് രജിസ്റ്റർ ചെയ്യപ്പെടില്ലേ? ഇനി ഈ അനക്ഷറിനകത്ത് എല്ലാം ഉണ്ട് സർ. ഈ അനക്ഷർ, ഈ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിന്റെ അനക്ഷറിനകത്ത് ഇതെല്ലാം ഉണ്ട്. പോലീസ് പരിശോധിച്ചോ? പോലീസ് പരിശോധിച്ചിട്ട് പറഞ്ഞെങ്കിൽ പോലീസിന് കിട്ടി, DGPക്ക് കോപ്പി കൊടുത്തു. ഈ സ്റ്റേറ്റ് ചെയ്തില്ലെങ്കിൽ അത് ഈ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തക്കുറവ്, ഈ സ്റ്റേറ്റിന്റെ ഭരണഘടനാ ലംഘനം, ഈ സ്റ്റേറ്റ് അത് പോലീസ് DGPക്ക് കൊടുത്തപ്പോൾ ഇതിൽ നടപടിയെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചു തന്നു എന്ന് പറഞ്ഞാൽ അത് പോലീസ് DGPയുടെ വീഴ്ച സർക്കാരിന്റെ ആണോ DGPയുടെ ആണോ, രണ്ടായാലും സ്റ്റേറ്റിന്റെ വീഴ്ചയാണ്. ഇതിനകത്ത് കോഗ്നിസബിൾ ഒഫൻസ് എടുക്കാൻ പാരഗ്രാഫ് 96 മതി. പാരഗ്രാഫ് 96-ന് അപ്പുറത്തുള്ള തെളിവുകൾ ശേഖരിക്കണമെങ്കിൽ പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ലളിതകുമാരി കേസിലെ വിധിന്യായം ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്. പരാതി കിട്ടാതെ കേസെടുക്കില്ല എന്ന് ഒരു സ്റ്റേറ്റ് പറയുന്നത് ഈ രാജ്യത്തുള്ള ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ്, കോടതി വിധികളോടുള്ള വെല്ലുവിളിയാണ്, നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. ഇതൊരു സാധാ പോലീസുകാരൻ പറയില്ല. ഒരു സ്റ്റേറ്റിന്റെ പരമാധികാരി പറയുമ്പോൾ അത് നിയമത്തിന്റെ അജ്ഞതയാണെന്ന് മാത്രം കണക്കാക്കാൻ കഴിയും. Debate with Smriti Parithikad.